ക്യാപ്റ്റൻ റോജേഴ്സ്, നിങ്ങളിപ്പോ സേഫ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ സേഫ് ആണ് എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ജോഹാൻ ഷ്മിത്ത് മരിച്ചു. ഇപ്പോ ക്യാപ്റ്റൻ കറക്റ്റ് എവിടെയാണെന്ന് പറ. പ്ലെയിൻ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞു തരാം. ഇല്ല പെഗ്ഗി, ഇതൊരിക്കലും ഒരു സേഫ് ലാൻഡിംഗ് ആവാൻ പോകുന്നില്ല. ക്യാപ്റ്റൻ, നിങ്ങൾ ലൈനിൽ തുടരണം. ഞാൻ എന്തായാലും ഒരു വഴി കണ്ടെത്തി പറയാം. ഇല്ല പെഗ്ഗി, ഇനി അതിന് സമയമുണ്ടെന്ന് തോന്നുന്നില്ല. പ്ലെയിൻ വളരെ വേഗത്തിൽ ന്യൂയോർക്കിനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലെയിൻ ന്യൂയോർക്കിൽ എത്താൻ പാടില്ല. എനിക്ക് ഈ പ്ലെയിനിനെ വെള്ളത്തിൽ മുക്കി താഴ്ത്തേണ്ടി വരും. പ്ലീസ് ക്യാപ്റ്റൻ, അങ്ങനെയൊന്നും ചിന്തിക്കുകയേ വേണ്ട. നമുക്കിനിയും സമയമുണ്ട്. ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്താം. പെഗ്ഗി, ഇനി സമയമില്ല. ഞാനിപ്പോ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ഒരുപാട് നിരപരാധികളായ ജനങ്ങൾ മരിച്ചു പോകും. ഇതെന്റെ തീരുമാനമാണ് പെഗ്ഗി. പെഗ്ഗി, സ്റ്റീവ്, നമ്മൾ പോവാമെന്ന് പറഞ്ഞിരുന്ന ആ ഡാൻസ് പ്രോഗ്രാം, അതിനെപ്പറ്റി മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ക്യാപ്റ്റൻ, അടുത്ത ശനിയാഴ്ച സ്റ്റാർ ക്ലബിൽ. തീർച്ചയായും പെഗ്ഗി, കൃത്യം 8 മണിക്ക്. വൈകി വരുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. പെഗ്ഗി, ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തും കൃത്യസമയത്ത്. പക്ഷെ ഇപ്പോഴും ഒരു പ്രശ്നമുള്ളത്, എനിക്കിപ്പോഴും ഡാൻസ് ചെയ്യാൻ അറിയില്ല. അതിനെന്താ ക്യാപ്റ്റൻ, ഞാനില്ലേ? നിങ്ങൾ അവിടെ എത്തിയാൽ മാത്രം മതി. ഓക്കെ പെഗ്ഗി, ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും കൂടി വളരെ സന്തോഷത്തോടെ. ക്യാപ്റ്റൻ മഞ്ഞിലേക്ക് തന്റെ പ്ലെയിൻ ഇടിച്ചിറക്കിയ ശേഷം പിന്നെ അദ്ദേഹം കണ്ണു തുറക്കുന്നത് 70 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? പെഗ്ഗി കാർട്ടർ പിന്നെ എന്ത് ചെയ്തു? 1945 മുതലുള്ള കാലഘട്ടത്തിലെ കഥയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മളുടെ പുതിയ ചാനലിൽ ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സീരീസിന്റെ പേരാണ് ഏജന്റ് കാർട്ടർ. മാർവലിന്റെ സ്റ്റോറി എടുത്തു നോക്കുമ്പോൾ ഏജന്റ് കാർട്ടർ എന്ന് പറയുന്ന ഈ സീരീസിന് അത്ര പ്രാധാന്യമില്ല. എന്നാൽ പോലും സ്റ്റോറി അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ഒന്നും ഉണ്ടാവില്ല. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീരീസ് എക്സ്പ്ലെയിനർ. ക്യാപ്റ്റൻ മഞ്ഞിലേക്ക് പ്ലെയിൻ ഇടിച്ചിറക്കി കഴിഞ്ഞ് ഏകദേശം 1 വർഷം പൂർത്തിയായി. ഇപ്പോൾ കാലഘട്ടം 1946 ആണ്. പെഗ്ഗി ഇപ്പോ ആർമിയിലല്ല വർക്ക് ചെയ്യുന്നത്. ക്യാപ്റ്റനുമായുള്ള പഴയ നിമിഷങ്ങൾ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് പെഗ്ഗി. ക്യാപ്റ്റന്റെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ഡാൻസ് പിന്നെ ഒരിക്കലും നടന്നിട്ടില്ല. പെഗ്ഗി രാവിലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് അവിടെ ഇരുന്ന ഒരു പത്രത്തിലെ വാർത്തയും കാണിക്കുന്നുണ്ട്. ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യദ്രോഹിയെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണത്. നമ്മുടെ സ്വന്തം ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായിട്ടുള്ള ഹോവാർഡ് സ്റ്റാർക്ക് ഉണ്ടാക്കിയ ആയുധങ്ങൾ നിയമത്തിനെതിരായിട്ട് ശത്രുരാജ്യത്തിന് വിറ്റു എന്നുള്ളതാണ് ഹോവാർഡ് സ്റ്റാർക്കിന്റെ മേലുള്ള കുറ്റം. പക്ഷെ പെഗ്ഗി ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം പെഗ്ഗിക്ക് അറിയാം യുദ്ധത്തിന്റെ സമയത്ത് ഹോവാർഡ് സ്റ്റാർക്ക് അവരെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന്. എന്തിനേറെ പറയുന്നു, ക്യാപ്റ്റൻ ആ ഷീൽഡ് കൊടുത്തതും ഹോവാർഡ് സ്റ്റാർക്കാണ്. ബക്കിയെ രക്ഷിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ പോകുന്ന സമയത്ത് ഹോവാർഡ് സ്റ്റാർക്കിന്റെ പ്രൈവറ്റ് പ്ലെയിനിലാണ് പെഗ്ഗിയും ക്യാപ്റ്റനും കൂടി അങ്ങോട്ട് പോയത്. ഇങ്ങനെ എത്ര സഹായങ്ങൾ ഹോവാർഡ് സ്റ്റാർക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് രാജ്യദ്രോഹി എന്നാണ് വന്നിരിക്കുന്നത്. ആ സമയത്താണ് പെഗ്ഗിയുടെ റൂംമേറ്റ് ആയിട്ടുള്ള കൊളീൻ അങ്ങോട്ട് വരുന്നത്. ഈ പറയുന്ന കൊളീൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൂടെയാണ് പെഗ്ഗി താമസിക്കുന്നത്. കൊളീന്റെ ബോഡി വളരെ വീക്കാണ്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും. ശനിയാഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുകയാണ്. അപ്പൊ പെഗ്ഗി പറയുന്നു, ഞാൻ ട്രൈ ചെയ്യാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. നിനക്കറിയാമല്ലോ ഓഫീസിൽ എന്തുമാത്രം തിരക്കാണെന്ന്. പെഗ്ഗി, നീ വർക്ക് ചെയ്യുന്നത് ഒരു ടെലിഫോൺ കമ്പനിയിലല്ലേ? അതിന് ഇത്രമാത്രം ബുദ്ധിമുട്ടാവാനും ബിസി ആവാനും എന്താണുള്ളത്? മോളെ, എന്റെ വർക്കിനെ പറ്റി നിനക്ക് യാതൊരു ഐഡിയയും ഇല്ല. അങ്ങനെ പറഞ്ഞ് പെഗ്ഗി ജോലിക്ക് വേണ്ടി പോവുകയാണ്. അവളുടെ കൂട്ടുകാരി വിചാരിക്കുന്നത് പെഗ്ഗി ടെലിഫോൺ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അതെ, പെഗ്ഗി കയറി ചെല്ലുന്നത് ഒരു ടെലിഫോൺ കമ്പനിയിലേക്കാണ്. പക്ഷെ പെഗ്ഗി വർക്ക് ചെയ്യുന്നത് ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടാണ്. ആ ടെലിഫോൺ കമ്പനിയിലെ ഒരു സീക്രട്ട് ആയിട്ടുള്ള വാതിലിനുള്ളിലൂടെ പെഗ്ഗി കടന്നു ചെല്ലുകയാണ്. അവിടെ പെഗ്ഗിയുടെ പോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സീക്രട്ട് ഏജന്റുമാരുണ്ട്. അല്ലെങ്കിലും ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പിന്നെ ടെലിഫോൺ കമ്പനിയിൽ വർക്ക് ചെയ്ത് ചടഞ്ഞുകൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമാണോ? അവിടെയുള്ള ഏജന്റുമാരൊക്കെ എന്തോ ഒരു മീറ്റിംഗിന് വേണ്ടി ഒത്തുകൂടാൻ പോവുകയാണ്. പെഗ്ഗി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹോവാർഡ് സ്റ്റാർക്കിനെ പറ്റിയുള്ള മീറ്റിംഗ് ആണത്. ഒരു ജീനിയസ് ആയ ചെറുപ്പക്കാരനിൽ നിന്ന് ഒരു മൾട്ടി മില്യണയർ ആയ, അല്ലെങ്കിൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും പണക്കാരിൽ ഒരാളായി മാറിയ ഹോവാർഡ് സ്റ്റാർക്ക്, ടോണി സ്റ്റാർക്ക് പറഞ്ഞതുപോലെ ജീനിയസ് മില്യണയർ പ്ലേ ബോയ്, ടോണിയുടെ അച്ഛനല്ലേ? അപ്പൊ പിന്നെ ഇതൊന്നും കേട്ട് അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോവാർഡ് സ്റ്റാർക്ക് അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള
ടെക്നോളജിയുടെ 6 പീസുകൾ, അത് ആയുധങ്ങളാവാം, ബോംബുകളാവാം, എന്തുമാവാം, അങ്ങനെയുള്ള 6 പീസുകൾ അമേരിക്കക്കെതിരെ നിൽക്കുന്നവരുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതാരോ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പറഞ്ഞു വരുമ്പോ എല്ലാവരുടെയും സംശയം ഹോട്ട്സ്റ്റാർക്കിന്റെ മേലേക്കാണ് വരിക. അതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാർക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇവരെല്ലാവരും. ഹോട്ട്സ്റ്റാർക്ക് ആണെങ്കിൽ ഈ സമയത്ത് ഒളിവിലാണ്. ഹോട്ട്സ്റ്റാർക്ക് ഇപ്പോ ഒരു രാജ്യദ്രോഹിയാണ്. പെഗ്ഗി ഇപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്ട്രാറ്റജിക് സയന്റിഫിക് റിസർവ്. അവിടുത്തെ മേലധികാരി ഹോട്ട്സ്റ്റാർക്കിനെ പിടിക്കാനുള്ള ചുമതല അവിടെയുള്ള തോംസൺ എന്ന് പറയുന്ന ഒരാളെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോ അയാൾ പെഗ്ഗിയേക്കാൾ ജൂനിയറാണ്. ഈ കാര്യം പെഗ്ഗി പറയുന്നു. ജൂനിയർ ആണെന്നത് മാത്രമല്ല, ഹോട്ട്സ്റ്റാർക്കിനെ പറ്റി നന്നായിട്ട് അറിയുന്നത് പെഗ്ഗിക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ചുമതല പെഗ്ഗിയെ ഏൽപ്പിച്ചുകൂടാ? പക്ഷെ അവിടുത്തെ അധികാരിക്ക് ഇത് പെഗ്ഗിയെ ഏൽപ്പിക്കാൻ താല്പര്യമില്ല. അവരെല്ലാവരും പെഗ്ഗി ഇപ്പോഴും ക്യാപ്റ്റന്റെ ലവർ മാത്രമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അധികം വിലയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ വലിയ അധികാരത്തിലേക്ക് സ്ത്രീകൾ വരുന്നത് അധികമാർക്കും കണ്ണിൽ പിടിക്കില്ല. യുദ്ധകാലത്ത് ഹോട്ട്സ്റ്റാർക്ക് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അതൊന്നും മറന്നു പോകാൻ പാടില്ലെന്നും പെഗ്ഗി ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും അവരൊക്കെ പെഗ്ഗിയെ കളിയാക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ക്ലെമിൻസ്കി എന്ന് പറയുന്ന ഒരാൾ പെഗ്ഗിക്ക് യുദ്ധകാലത്തിൽ ഒരുപാട് പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. പക്ഷെ ആ പറഞ്ഞത് അല്പം കൂടിപ്പോയെന്നും പെഗ്ഗിയോട് സോറി പറയണമെന്നും അവിടെ ഉണ്ടായിരുന്ന സൂസ എന്ന് പറയുന്ന ഒരാൾ പറയുകയാണ്. ആ കൂട്ടത്തിൽ നല്ലവനായിട്ട് അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. യുദ്ധകാലത്ത് സൂസയുടെ കാലിന് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് അയാൾക്കിപ്പോ ഒരു വടിയുടെ സഹായമില്ലാതെ നടക്കാൻ സാധിക്കില്ല. ക്ലെമിൻസ്കി എന്ന് പറയുന്ന ആൾ സൂസയെയും കളിയാക്കിയിട്ട് പോവുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ അവിടെയുള്ളവർ തന്നെ എന്ത് പറഞ്ഞാലും അത് താൻ കേൾക്കാൻ പോകുന്നില്ലെന്നും ഇനി വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് താൻ സ്വയം പരിഹരിച്ചോളാമെന്നും സൂസയോട് പെഗ്ഗി പറയുകയാണ്. അതായത് ആവശ്യമില്ലാതെ വേറെ കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റുള്ളവരുടെ ദേഷ്യം വാങ്ങിക്കൂട്ടണ്ട എന്നാണ് പെഗ്ഗി പറയുന്നത്. രാജ്യത്തിന് വേണ്ടി ഇത്രയും സേവനങ്ങൾ ചെയ്ത പെഗ്ഗിയെ പോലെയുള്ള ഒരു സ്ത്രീയെ അവർ അപമാനിക്കുന്നത് നോക്കി നിൽക്കാൻ തനിക്ക് പറ്റുന്നില്ലെന്ന് സൂസ പറയുന്നു. ഹോട്ട്സ്റ്റാർക്കിനെ പിടിക്കുന്ന മിഷന്റെ ഉത്തരവാദിത്വം കിട്ടിയതുകൊണ്ട് തന്നെ തോംസൺ അവരുടെ മുൻപിൽ വന്ന് അഹങ്കാരം കാണിച്ചിട്ട് പോവുകയാണ്. പെഗ്ഗി മിക്ക ദിവസവും ഡിന്നർ കഴിക്കാൻ പോകുന്നത് എലാൻഡൽ ഓട്ടോമാറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. അവിടെ പെഗ്ഗിക്ക് ആൻജി എന്ന പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആൻജി അവിടെ വെയിട്രസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് ടെലിഫോൺ കമ്പനിയിലെ ജോലി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ആൻജി പെഗ്ഗിയോട് ചോദിക്കുകയാണ്. അതായത് പുറത്തുള്ള എല്ലാവർക്കും പെഗ്ഗി ഒരു ടെലിഫോൺ കമ്പനിയിലെ ജോലിക്കാരിയാണ്. പെഗ്ഗിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാൽ അത് ആൻജിയുടെ അടുത്താണ് വന്ന് പറയുക. ആൻജി അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് ആൻജിയുടെ അന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങൾ പെഗ്ഗിയോടും പറയും. അപ്പൊ രണ്ടുപേർക്കും ഒരു സമാധാനം കിട്ടും. എന്ന് വെച്ച് ഒരിക്കലും താനൊരു സീക്രട്ട് ഏജന്റ് ആണെന്നൊന്നും ആൻജിയോട് പെഗ്ഗി പറയില്ല. എങ്ങനെയെങ്കിലും ഒരു മൂവി സ്റ്റാർ ആവണമെന്നുള്ളതാണ് ആൻജിയുടെ ആഗ്രഹം. അവൾ അതിനുവേണ്ടി ഒരുപാട് ഓഡിഷനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പുറത്തെ ടേബിളിൽ ഇരുന്ന ഒരു തടിയൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാതെ മര്യാദയ്ക്ക് വന്ന് ജോലി നോക്കാൻ ആൻജിയോട് പറയുന്നു. ആൻജി അയാൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പെട്ടെന്നാണ് പെഗ്ഗി തന്റെ ടേബിളിൽ ഒരു ടിഷ്യൂ പേപ്പർ കാണുന്നത്. അതിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. മീറ്റ് ഇൻ ദ ആലേ ഇൻ 5 മിനിറ്റ്സ്. 5 മിനിറ്റിൽ പുറത്തേക്ക് വന്ന് എന്നെ കാണണമെന്ന്. പെഗ്ഗി ചുറ്റും നോക്കിയെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ അവൾ ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് തൊപ്പി വെച്ച കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ഒരു രൂപം പെഗ്ഗിയുടെ അടുത്തേക്ക് വരുന്നത്. പെഗ്ഗിക്ക് ആളെ മനസ്സിലായില്ല. പക്ഷെ ആ വന്ന ആൾ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വരണമെന്നാണ്. പെട്ടെന്ന് അവിടെ ഒരു കാർ സ്റ്റാർട്ട് ആവുന്നത് പെഗ്ഗി കണ്ടു. ആരോ തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പെഗ്ഗിക്ക് മനസ്സിലായി. പെഗ്ഗി മുന്നിൽ നിന്ന് ആളെ ഇടിച്ചിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. കാർ പെഗ്ഗിയുടെ അടുത്തേക്ക് സ്പീഡിൽ വന്നുകൊണ്ടിരുന്നു. പെഗ്ഗി പിന്നെ ഒന്നും നോക്കിയില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് കാറിന്റെ ടയർ വെടിവെച്ച് പൊട്ടിക്കുകയാണ്. അപ്പോഴാണ് കാറിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ തല പുറത്തേക്കിട്ട് ഹായ് പറയുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, ഹോട്ട്സ്റ്റാർക്ക് ആയിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഹോട്ട്സ്റ്റാർക്കിനെ കണ്ട് പെഗ്ഗി ഞെട്ടിപ്പോയി. ഹോട്ട്സ്റ്റാർക്ക് ഒരു ദുഷ്ടനല്ലെന്ന് പെഗ്ഗിക്ക് ഉറപ്പാണ്. പെഗ്ഗി ഹോട്ട്സ്റ്റാർക്കിന്റെ കൂടെ കാറിൽ പോവുകയാണ്. ആ സമയത്താണ് അവർ ഹോവാർഡിന്റെ പേരിലുള്ള രാജ്യദ്രോഹ കുറ്റത്തെ പറ്റി സംസാരിക്കുന്നത്. എല്ലാവരും പറയുന്നത് പോലെ താനിനി ശരിക്കും വല്ല രാജ്യദ്രോഹിയാണോ എന്നാണ് പെഗ്ഗി ഹോവാർഡിനോട് ചോദിക്കുന്നത്. അപ്പോഴാണ് ഹോവാർഡ് ഉണ്ടായ കാര്യമൊക്കെ പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഹോട്ട്സ്റ്റാർക്ക് എന്തോ ഒരു ബിസിനസിന്റെയോ മറ്റോ കാര്യത്തിനു വേണ്ടി മൊണാക്കോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഹോട്ട്സ്റ്റാർക്കിന്റെ ഓഫീസിൽ ആർക്കും അത്ര എളുപ്പത്തിൽ കയറാൻ പറ്റാത്ത സുരക്ഷിതമായിട്ടുള്ള ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിലാണ് ഹോട്ട്സ്റ്റാർക്ക് തന്റെ ബാഡ് ബേബീസിനെ സൂക്ഷിക്കാറുള്ളത്. ബാഡ് ബേബീസ് എന്ന് ഹോട്ട്സ്റ്റാർക്ക് പറയുന്നത് തന്റെ കയ്യിലുള്ള ആയുധങ്ങളെ പറ്റിയാണ്. താൻ നിർമ്മിച്ച, താൻ കണ്ടെത്തിയ മാരകമായിട്ടുള്ള ആയുധങ്ങൾ. അങ്ങനെ 3 മാസങ്ങൾക്ക് മുൻപ് മൊണാക്കോയിൽ പോയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോ തന്റെ സുരക്ഷിതമായ മുറി ആരോ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. തന്റെ ആയുധങ്ങളൊന്നും തന്നെ അവിടെ കാണാനില്ല. പിന്നെ ഹോട്ട്സ്റ്റാർക്ക് അറിയുന്നത് ഇതാരോ കരിഞ്ചന്തയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ രാജ്യദ്രോഹ കുറ്റം ഹോട്ട്സ്റ്റാർക്കിന്റെ മേലുമായി. താനല്ല കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ ഹോട്ട്സ്റ്റാർക്കിന് ഇപ്പോ ഒരു മാർഗവും കാണുന്നില്ല. തന്റെ ആയുധങ്ങൾ വെച്ച് അമേരിക്കയ്ക്ക് മാത്രമല്ല
ലോകത്തിന് മുഴുവൻ ആപത്തുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഹോട്ട്സ്റ്റാർക്ക് പറയുകയാണ്. എന്നാ പിന്നെ എന്തിനാണ് താൻ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് പെഗി ചോദിക്കുന്നു. അപ്പോൾ ഹോട്ട്സ്റ്റാർക്ക് പറയുന്നു, ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാളെ നമ്മളുടെ രാജ്യത്തിന് ഉപകാരമായേക്കും. പക്ഷേ ഇപ്പോൾ അത് മോഷണം പോയിരിക്കുകയാണ്. ഇപ്പോൾ അത് കണ്ടുപിടിക്കാനും എന്നെ ഈ രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്ന് മുക്തനാക്കാനും എനിക്ക് വിശ്വാസമുള്ള ഒരേ ഒരാൾ നീയാണ് പെഗി കാർട്ടർ എന്ന് പെഗിയോട് ഹോട്ട്സ്റ്റാർക്ക് പറയുകയാണ്. ആദ്യം പെഗി ഇത് ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം ഹോട്ട്സ്റ്റാർക്കിന്റെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അയാളെ സഹായിക്കുന്നു എന്നറിഞ്ഞാൽ പെഗിയെയും രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തും. പക്ഷേ കുറച്ചുനേരം ഹോട്ട്സ്റ്റാർക്ക് സോപ്പിട്ട് കഴിഞ്ഞപ്പോൾ പെഗി സമ്മതിക്കുന്നു. ഹോട്ട്സ്റ്റാർക്ക് ഇപ്പോൾ ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. മാത്രമല്ല തന്റെ ആയുധങ്ങൾ എവിടേക്കൊക്കെ ആരൊക്കെ കയറ്റി അയച്ചിട്ടുണ്ടെന്ന് ഹോവാർഡിനെ അന്വേഷിക്കുകയും വേണം. അതിനുവേണ്ടി അദ്ദേഹം തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ പെഗിക്ക് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹോവാർഡ് ഒരാളെ കൊടുക്കുകയാണ്. ഹോവാർഡ് സ്റ്റാർക്കിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ജാർവിസ്. നിങ്ങൾ ആ പേര് കേട്ട് കാണും. എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ടോണി സ്റ്റാർക്കിന്റെ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു ജാർവിസ്. പക്ഷേ ശരിക്കും റിയൽ ലൈഫിൽ ജീവനോടെ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് ആയിരുന്നു ജാർവിസ്. അത് ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായിട്ടുള്ള ഹോവാർഡ് സ്റ്റാർക്കിന്റെ അസിസ്റ്റന്റ് ആയിരുന്നെന്ന് മാത്രം. ജാർവിസും പെഗിയും പരിചയപ്പെടുന്നു. ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇതുപോലെ പേടിപ്പിക്കുന്ന രീതിയിൽ ചെന്നാൽ നേരത്തെ കിട്ടിയതുപോലെ ഇടി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പെഗി ജാർവിസിനോട് പറയുകയാണ്. ജാർവിസ് പെഗിക്ക് തന്റെ നമ്പർ കൊടുക്കുന്നു. 9 മണിക്ക് മുൻപ് എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിക്കാമെന്ന് പറയുകയാണ്. 9 മണി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം അയാൾക്ക് തന്റെ ഭാര്യയോടൊപ്പം സമയം ചെലവിടണം എന്ന് പറയുകയാണ്. നെക്സ്റ്റ് ഡേ പെഗി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ സൂസയിൽ നിന്ന് ഒരു കാര്യം പെഗി അറിയുകയാണ്. റെയ്മണ്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ നിയമത്തിനെതിരായിട്ട് സ്റ്റാർക്കിന്റെ ടെക്നോളജി വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വിവരം തോംസണ് ലഭിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പെഗി സൂത്രത്തിൽ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ റെയ്മണ്ട് എന്ന് പറയുന്ന ആൾ ഒരു മഹാപണക്കാരനാണ്. അയാൾ ഈ വിൽപ്പന നടത്താൻ പോകുന്നത് ഒരു വലിയ പാർട്ടിയുടെ ഇടയിലാണ്. അപ്പോൾ സംശയം തോന്നാത്ത രീതിയിൽ അങ്ങനെ പാർട്ടിക്ക് പോകുന്ന പണക്കാരെ പോലെ വേണം അവിടെ എത്താൻ. ഈ കാര്യം പെഗി മനസ്സിലാക്കുന്നു. ഇവർ അവിടെ എത്തുന്നതിന് മുൻപ് പെഗിക്ക് അവിടെ എത്തണം. തനിക്ക് നല്ല സുഖമില്ലെന്നും ഒരു ദിവസത്തെ ലീവ് കിട്ടിയാൽ കൊള്ളാമെന്നും പെഗി തന്റെ മേലധികാരിയോട് പറയുകയാണ്. അയാളാണെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും പലതരം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് പെഗിയെ പുച്ഛിക്കുകയാണ്. എന്നാലും ലീവ് കൊടുക്കുന്നു. അടുത്ത ദിവസം റെയ്മണ്ട് എത്തിയിരിക്കുന്ന മാർട്ടിനിക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ നല്ല സുന്ദരമായ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ലുക്കൊക്കെ ആയിട്ട് പെഗി വന്നിരിക്കുകയാണ്. തനിക്ക് റെയ്മണ്ടിന്റെ അടുത്ത് ബിസിനസിനെ പറ്റി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പെഗി റെയ്മണ്ടിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്താണ് റെയ്മണ്ടിനെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർക്കിന്റെ ആയുധങ്ങളെ പറ്റി അന്വേഷണം നടത്താൻ വേണ്ടി പെഗിയുടെ ഓഫീസിലുണ്ടായിരുന്ന തോംസണും ടീമും അങ്ങോട്ട് വരുന്നത്. പെഗിക്ക് എന്ത് ചെയ്തിട്ടായാലും അവർ കാണാതെ ഒളിച്ചു നിന്ന് പറ്റൂ. അവർ കാണുകയാണെങ്കിൽ ഒന്നുകിൽ തന്നെ രാജ്യദ്രോഹിയായി മുദ്രകുത്തും ഹോട്ട്സ്റ്റാർക്കിനെ സഹായിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ പെഗിയും ഈ ബിസിനസ്സിൽ ഒരാളാണെന്ന് കരുതി പെഗിയെ ജയിലിലടയ്ക്കും. പെഗി പെട്ടെന്ന് റെയ്മണ്ടിന്റെ അടുത്തേക്ക് പോവുകയാണ്. അതിനു മുൻപ് അവൾ തന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ച് മിനുക്കാനും മറന്നില്ല. പെഗി റെയ്മണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പെഗിയുടെ സൗന്ദര്യം കണ്ട് അയാൾ മയങ്ങിപ്പോയി. കുറച്ചു നേരം അയാളോട് സംസാരിച്ച് പെഗി പതുക്കെ അയാളെ വശീകരിച്ചെടുക്കുകയാണ്. അയാളാണെങ്കിൽ പെട്ടെന്ന് കയറി പെഗിയെ കിസ്സും ചെയ്യുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ ബോധം പോവുകയാണ്. കാരണം പെഗി ചുണ്ടിൽ തേച്ചിരുന്ന ലിപ്സ്റ്റിക്കിൽ ഒരാളെ ബോധം കെടുത്താൻ പറ്റിയ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റെയ്മണ്ട് ബോധം കെട്ടു വീഴുന്നത്. റെയ്മണ്ടിന്റെ റൂമിൽ എവിടെയാണ് ഈ ബോംബുകൾ അല്ലെങ്കിൽ സ്റ്റാർക്കിന്റെ ടെക്നോളജി വെച്ചിരിക്കുന്നതെന്ന് പെഗി തിരയാൻ തുടങ്ങി. അവിടെ വളരെ സേഫ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഒരു പാസ്വേഡ് ഒക്കെയുള്ള ഒരു പെട്ടി. പെഗി തന്റെ കയ്യിലെ വാച്ച് ഊരിയെടുത്ത് ആ സേഫിൽ പിടിപ്പിക്കുകയാണ്. മാഗ്നറ്റിക് ആയിട്ടുള്ള എന്തോ ഒരു ഡിവൈസ് ആണത്. ആ ഡിവൈസ് വെച്ച് പെഗിക്ക് ഈസി ആയിട്ട് ആ ലോക്ക് തുറക്കാൻ പറ്റി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപക്ഷെ ഹോട്ട്സ്റ്റാർക്കിന്റെ കയ്യിൽ നിന്ന് ജാർവിസിന് കിട്ടി. ജാർവിസ് പെഗിക്ക് കൊടുത്ത ഒരു ഡിവൈസ് ആയിരിക്കാം. ആ പെട്ടി തുറന്നതും പെഗി കാർട്ടർ ഞെട്ടിപ്പോയി. അതിന്റെ ഉള്ളിൽ വളരെ തിളക്കമുള്ള ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ബോംബാണ് ഇരിക്കുന്നത്. സാധനം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം പെഗി ജാർവിസിനോട് വിളിച്ച് പറയുകയാണ്. സമയം 9 മണി കഴിഞ്ഞതുകൊണ്ട് ജാർവിസ് വീട്ടിലെ പണികളുമായിട്ട് തിരക്കിലാണ്. പക്ഷേ ഈ ബോംബ് എങ്ങനെ നിർവീര്യമാക്കണം എന്നുള്ള കാര്യം ജാർവിസ് പെഗിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് റെയ്മണ്ടിന്റെ ഒരാൾ കടന്നു വരുന്നത്. പെഗി സമയം പാഴാക്കാതെ അയാളെ ഇടിച്ച് ബോധം കെടുത്തുകയാണ്. എന്നിട്ട് അയാളെ റൂമിലിട്ട് പൂട്ടി പെട്ടെന്ന് അവിടെ നിന്ന് ബോംബും കൊണ്ട് എസ്കേപ്പ് ആവുന്നു. ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പെഗിയുടെ ഓഫീസിലുണ്ടായിരുന്ന തോംസണും ടീമും അവിടെ കറങ്ങുന്നുണ്ട്. ഇവരുടെ കണ്ണ് വെട്ടിച്ച ഒരു തരത്തിൽ പെഗി പുറത്തു കിടക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് അവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ട്. അയാൾ റെയ്മണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് റെയ്മണ്ടിന് ബോധം വരുന്നു. അയാൾ നോക്കിയപ്പോ തന്റെ കയ്യിൽ വിൽക്കാൻ വെച്ചിരുന്ന ബോംബ് പെഗി കാർട്ടർ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു എന്ന് പറഞ്ഞ അജ്ഞാതനായ ആൾ കടന്നു വരുന്നത്. ഒരുപക്ഷെ അയാൾ ബോംബ് വാങ്ങാനായിരിക്കാം വന്നിട്ടുള്ളത്. പക്ഷെ റെയ്മണ്ട് ബോംബ് നഷ്ടപ്പെടുത്തിയെന്ന് അറിഞ്ഞ് അയാൾക്ക് ദേഷ്യം വരുന്നു. അയാൾ റെയ്മണ്ടിനെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞാണ് തോംസണും ടീമും അങ്ങോട്ട് കയറി വരുന്നത്.
അവർ വന്നപ്പോഴേക്കും റേമണ്ടിന്റെ പണി കഴിഞ്ഞിരുന്നു. അജ്ഞാതനായ ആൾ ഓടി പുറത്തേക്കെത്തി. പെഗി പോകുന്ന കാർ അയാൾ നോട്ട് ചെയ്തു. പെഗി പെട്ടെന്ന് തന്റെ ഹോസ്റ്റലിലേക്ക് എത്തി. തന്റെ റൂമിൽ കയറിയപ്പോ അവിടെ കൊളീൻ കിടക്കുന്നുണ്ട്. കൊളീൻ ഇന്നും അസുഖമാണ്. അവളോട് കുറച്ച് സംസാരിച്ച ശേഷം പെട്ടെന്ന് പെഗി ബോംബ് കൊണ്ട് ബാത്റൂമിൽ കയറി. എന്നിട്ട് ജാർവിസ് പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ ആ ബോംബിനെ നിർവീര്യമാക്കുകയാണ്. ബോംബിന്റെ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ വെറും 15 സെക്കൻഡോ മറ്റോ മാത്രമാണ് അതിനെ നിർവീര്യമാക്കാൻ സമയം കിട്ടൂ. അതിനുള്ളിൽ ആ ബോംബിനെ നിർവീര്യമാക്കിയിട്ടില്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് നീണ്ടു കിടക്കുന്ന ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക. പെഗി ഒരു വിധത്തിൽ ആ ബോംബിനെ നിർവീര്യമാക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്. പെഗി പുറത്തു ചെന്ന് നോക്കിയപ്പോ ഞെട്ടിപ്പോയി. തന്റെ റൂംമേറ്റ് ആയിട്ടുള്ള കൊളീൻ നെറ്റിയിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു. ആരോ അവളെ വെടിവെച്ച് കൊന്നു. അപ്പോ അയാൾ റൂമിൽ തന്നെ ഉണ്ടാവുമെന്ന് പെഗിക്ക് മനസ്സിലായി. പെഗി തിരിഞ്ഞപ്പോ തന്നെ അവിടെ ആ അജ്ഞാതനായ ആൾ നിൽക്കുന്നുണ്ട്. അയാൾ പെഗിയെ പിന്തുടർന്നാണ് അങ്ങോട്ട് വന്നത്. എന്നിട്ട് പാവം കൊളീനെ വെടിവെച്ച് കൊന്നു. പെഗിക്ക് ശരിക്കും ദേഷ്യം വന്നു. അയാൾ പെഗിയെ ആക്രമിക്കാൻ പോവുകയാണ്. പെഗി വിട്ടുകൊടുത്തില്ല. നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനും അറിയുന്ന ആളാണ് പെഗി. പെഗി അയാളെ പഞ്ഞിക്കിട്ട് ജനലിൽ നിന്ന് പുറത്തേക്ക് എടുത്തെറിയുന്നു. പക്ഷെ അയാൾ നൈസായിട്ട് എസ്കേപ്പ് ആയി. തന്റെ റൂംമേറ്റ് ആയിരുന്ന കൊളീൻ മരിച്ചത് പെഗിക്ക് വളരെ വിഷമമായി. അടുത്ത ദിവസം ജാർവിസും പെഗിയും കൂടി മീറ്റ് ചെയ്യുകയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വേറെ വേറെ കസേരകളിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് സംസാരിക്കുന്നത്. ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തന്റെ അടുത്ത് കൂടുന്നവരൊക്കെ താൻ കാരണം മരിച്ചു പോവുകയാണല്ലോ എന്നാണ് പെഗി പറയുന്നത്. പെഗിക്ക് നല്ല വിഷമമുണ്ടെന്ന് ജാർവിസിന് മനസ്സിലായി. അതുകൊണ്ട് ജാർവിസ് അവളെ ആശ്വസിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ കാലത്ത് പെഗി ചെയ്ത കാര്യങ്ങളൊക്കെ ജാർവിസിന് അറിയാമെന്നും എന്തുകൊണ്ടും പെഗിയെ പരിചയപ്പെടാൻ സാധിച്ചത് തനിക്ക് അഭിമാനമാണെന്നും ഒക്കെ ജാർവിസ് പറയുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടി ഈ ബോംബ് റെയ്മണ്ടിന്റെ കയ്യിൽ എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമായി. അതിനുവേണ്ടി ജാർവിസ് പെഗിയെ കൊണ്ട് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ പോവുകയാണ്. അവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ വരും. അയാളുടെ പേര് ആന്റൺ വാങ്കോ എന്നാണ്. എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? വേറെ എവിടെയോ അല്ല. അയൺമാൻ 2-ൽ ടോണിക്കെതിരായിട്ട് വില്ലനായി വന്ന ഇവാൻ വാങ്കോയുടെ അച്ഛനാണ് ആന്റൺ വാങ്കോ. അദ്ദേഹം ആ സിനിമയുടെ തുടക്കത്തിലെ മരിച്ചിരുന്നു. പക്ഷേ ഇപ്പോ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഇയാൾ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഈ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ കൂടി വേണ്ടിയാണ് പെഗി വന്നിരിക്കുന്നത്. സ്റ്റാർക്കിന്റെ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത്. ആന്റൺ വാങ്കോക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോംബിൽ നിന്ന് ഒരുപാട് വൈറ്റ റേഡിയേഷൻസ് വരുന്നുണ്ട്. വൈറ്റ റേഡിയേഷൻസ് എന്ന് കേട്ടപ്പോ പെഗിക്ക് ഓർമ്മ വരുന്നത് ക്യാപ്റ്റനെയാണ്. കാരണം സ്റ്റീവിനെ ക്യാപ്റ്റൻ ആക്കുന്ന ആ എക്സ്പെരിമെന്റിൽ വൈറ്റ റേഡിയേഷൻസ് ഉപയോഗിച്ചിരുന്നു. അവൾ ക്യാപ്റ്റന്റെ പഴയ ഫയലുകൾ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റന്റെ ഓർമ്മകളിൽ നിൽക്കുന്ന സമയത്ത് അവൾക്കാകെ വിഷമമായി. ആ സമയത്താണ് സൂസ അങ്ങോട്ട് കയറി വരുന്നത്. അയാൾ തന്റെ പോയ കാലിനെ കുറിച്ച് ചെറിയൊരു കോമഡി പറഞ്ഞ് പെഗിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ പോയതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. വൈറ്റ റേഡിയേഷൻസിന്റെ ലെവൽ അറിയാനും അതിനെ ഡിറ്റക്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഡിവൈസ് പെഗിയുടെ കയ്യിൽ കിട്ടി. കുറച്ച് അന്വേഷണത്തിലൂടെ ഇപ്പോ ഇങ്ങനെ ഒരു ബോംബ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നോളജി കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് റോക്സോൺ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ റോക്സോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്നുള്ള കാര്യം പെഗിയും ജാർവിസും കണ്ടെത്തുന്നു. അവർ സമയം പാഴാക്കാതെ അങ്ങോട്ട് പോയി. ഈ സമയത്ത് അജ്ഞാതനായി വന്ന് പെഗിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിപ്പോയ ആൾ ഒരു ടൈപ്പ് റൈറ്റർ വെച്ച് ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. ലൊക്കേഷൻ അറിയാതിരിക്കാൻ വേണ്ടി അയാൾ ചില ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തന്റെ ആദ്യത്തെ മിഷൻ പാളിപ്പോയെന്നും പക്ഷെ എന്തായാലും പെഗി കാർട്ടറിന് തീർത്തേ പറ്റൂ എന്നാണ് അയാൾ ടൈപ്പ് ചെയ്യുന്നത്. ഈ സമയത്ത് റോക്സോൺ കോർപ്പറേഷനിലെത്തിയ പെഗിയും ജാർവിസും അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ജാർവിസിനോട് പുറത്ത് കാറിലിരുന്നാൽ മതിയെന്ന് പെഗി പറയുന്നു. എന്നിട്ട് പെഗി ആരും കാണാതെ അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അവിടെ ഉള്ളിൽ പോയി നോക്കിയപ്പോ 2 സയന്റിസ്റ്റുകളാണ് ഉള്ളത്. അവർ രണ്ടുപേരും കൂടി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോട്ട് സ്റ്റാർക്കിന്റെ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ ബോംബുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജാർവിസ് വോക്കി ടോക്കിയിലൂടെ പുറത്താരോ വരുന്നുണ്ടെന്നുള്ള കാര്യം പെഗിയെ അറിയിക്കുന്നു. ആ ശബ്ദം ഈ 2 സയന്റിസ്റ്റുകൾ കേൾക്കുകയാണ്. സംശയം തോന്നി അവർ തോക്കെടുത്ത് പെഗിയുടെ അടുത്തേക്ക് വരികയാണ്. ഒരാളെ പെഗി ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കണ്ണ് കാണാതെയാക്കുന്നു. മറ്റേയാൾ ആ ബോംബ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പെഗിയും കൂടെ ഓടുന്നു. അയാളുടെ പിന്നാലെ പോയ പെഗി തോക്ക് ചൂണ്ടി അയാളോട് നിൽക്കാൻ പറയുകയാണ്. അയാൾ ഒരു മിൽക്ക് ട്രക്കിന്റെ അടുത്ത് നിന്ന് നിൽക്കുന്നു. അയാൾ ആ ട്രക്ക് തുറന്നപ്പോ പെഗി ഞെട്ടിപ്പോയി. 1, 2 അല്ല 100 കണക്കിന് ബോംബുകളാണ് ആ വണ്ടി നിറച്ചിരിക്കുന്നത്. പെഗിക്ക് അപ്പൊ വെടിവെക്കാനും പറ്റാത്ത അവസ്ഥയായി. ഇത് പൊട്ടിത്തെറിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. പെഗി അയാളോട് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും ആപത്താണെന്നും മര്യാദയ്ക്ക് ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണുള്ളതെന്ന് പറയാനും പറയുകയാണ്. പക്ഷെ അയാൾ പറയുന്നു ഇതാരാണ് ചെയ്യിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അവർ ഞങ്ങൾക്ക് പണം തരുന്നു, ഞങ്ങൾ ഇത് ചെയ്തു കൊടുക്കുന്നു. തൽക്കാലം അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ലെവയത്തോൺ ഈസ് കമ്മിങ്. അതാണ് അവസാനമായിട്ട് അയാൾ പറയുന്നത്. അതായത് ലെവയത്തോൺ വരുന്നുണ്ട്. എന്താണ് ആ സാധനം? അത് തൽക്കാലം നമ്മൾക്ക് അറിയാറായിട്ടില്ല. അത് പറഞ്ഞ ഉടനെ അയാളുടെ കയ്യിലിരുന്ന ബോംബ് പെഗി ഒട്ടും പ്രതീക്ഷിക്കാതെ അയാൾ നിലത്തിട്ട് പൊട്ടിക്കുകയാണ്. ആ ബോംബ് പൊട്ടാനായിട്ട് ഇനി വെറും 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഈ സ്ഥലം മൊത്തം നശിക്കും.
വേണമെങ്കിൽ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് അയാൾ ആ ട്രക്ക് എടുത്ത് രക്ഷപ്പെടുകയാണ്. പെഗിക്ക് രക്ഷപ്പെടാൻ ഇനി 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പെഗി ജാർവിസിനോട് പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്തോളം പറയുകയാണ്. ആദ്യം അടിച്ചെങ്കിലും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായപ്പോ ജാർവിസ് പെഗി പറഞ്ഞതുപോലെ കാർ എടുത്ത് മുന്നോട്ട് ഓടിക്കുകയാണ്. പെഗി ഒരു കുറുക്കു വഴിയിലൂടെ ഓടി വന്ന് കാറിന് മുകളിലേക്ക് ചാടിക്കയറുന്നു. എന്നിട്ട് കാറിനുള്ളിൽ കയറുകയാണ്. അപ്പോഴേക്കും 30 സെക്കൻഡ് കഴിഞ്ഞു. പൊട്ടിത്തെറി എന്ന് പറഞ്ഞ അപാരമായിട്ടുള്ള പൊട്ടിത്തെറി, അതും ആ ചെറിയ ബോംബിൽ നിന്ന്. ഇവർ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. 2 സെക്കൻഡെങ്കിലും വൈകിയിരുന്നെങ്കിൽ ഇവർ ആ ബോംബ് പൊട്ടിത്തെറിയിൽ മരിച്ചേന്. ഇത്രയും വലിയ പൊട്ടിത്തെറി അവർ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ടോണിയുടെ അച്ഛൻ ഹോവാർഡ് സ്റ്റാർക്കിന്റെ ടെക്നോളജി അല്ലേ, അപ്പൊ ഇങ്ങനെ വരൂ, ഇങ്ങനെ സംഭവിക്കൂ. ഈ സമയത്ത് പെഗിയുടെ ഓഫീസ് കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു പൊട്ടിത്തെറി നടന്ന കാര്യം തോംസൺ അറിഞ്ഞു. പക്ഷെ അവർക്ക് ഒരിക്കലും മനസ്സിലായില്ല അവിടെയാണ് ഈ ബോംബൊക്കെ നിർമ്മിച്ചിരുന്നതെന്ന്. അവർക്ക് എന്തോ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ റേമണ്ടിനെ കൊന്ന സ്ഥലത്ത് റേമണ്ടിന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് കണ്ടെത്തി. മാത്രമല്ല ഒരു ഫോട്ടോഗ്രാഫർ അന്ന് ആ പാർട്ടിയിൽ കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകൾ ഇവർ നോക്കാൻ പോവുകയാണ്. ആ ഫോട്ടോയിൽ എങ്ങാൻ പെഗി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെഗിയുടെ കാര്യം പോക്കാണ്. അതെന്താവുമെന്ന് ഇപ്പൊ നമുക്കറിയില്ല. അടുത്ത ദിവസം ജാർവിസും പെഗിയും ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. ജാർവിസ് ഇത്ര ധൈര്യപൂർവ്വം ചെയ്ത കാര്യങ്ങൾക്ക് പെഗി അവനെ അഭിനന്ദിക്കുന്നു. ഈ കാര്യമൊക്കെ കേട്ടാൽ ഭാര്യ എന്തായാലും അവനെ ഓർത്ത് അഭിമാനിക്കുമെന്ന് പെഗി പറയുന്നു. പക്ഷെ അപ്പോഴാണ് ജാർവിസ് പറയുന്നത് താൻ ഇങ്ങനെ ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന് ജാർവിസിന്റെ ഭാര്യയ്ക്ക് അറിയില്ല. അവസാനമായി പെഗി ഒരു കാര്യം കൂടി പറയുകയാണ്. ആ സയന്റിസ്റ്റ് പറഞ്ഞതുപോലെ ലെവയത്തോൺ ഈസ് കമ്മിങ്. എന്താണ് ഈ ലെവയത്തോൺ? ആ കാര്യം സ്റ്റാർക്കിനോട് അന്വേഷിക്കാൻ പറയണമെന്ന് പെഗി ജാർവിസിന്റെ അടുത്ത് പറയുന്നു. ജാർവിസ് ഓക്കെ പറഞ്ഞു പോവുകയാണ്. ഈ സമയത്താണ് അന്ന് പെഗിയുടെ കൂട്ടുകാരിയായിട്ടുള്ള ആൻജിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച തടിയൻ വീണ്ടും ആൻജിയോട് ദേഷ്യപ്പെടുന്നത് പെഗി കണ്ടത്. എന്തൊക്കെയോ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെട്ട ശേഷം ആ തടിയൻ ആൻജിയുടെ അടുത്ത് മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുകയാണ്. അയാൾ ആൻജിയുടെ ബാക്കിനിട്ട് ഒരൊറ്റ തട്ട്. ആൻജി തൽക്കാലം പ്രതികരിക്കാൻ നിന്നില്ല. കാരണം അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അധികം വോയിസ് ഇല്ലായിരുന്നു. മാത്രമല്ല ആൻജി ഒരു പാവമാണ്. ഈ ജോലി പോയാൽ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയില്ല. പക്ഷെ പെഗിക്ക് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? പെഗി നേരെ ആരും കാണാതെ തടീന്റെ അടുത്ത് ചെന്ന് അവിടെ ഇരുന്ന കൂർത്ത ഒരു ഫോക്ക് എടുത്ത് അവന്റെ നെഞ്ചിന്റെ സൈഡിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോട് മാന്യമായിട്ടൊരു കാര്യം പറയാം. ഇവിടെ ജോലി ചെയ്യുന്ന ആൻജി എന്റെ സുഹൃത്താണ്. ഇനി മേലാൽ അവളോട് താൻ അപമര്യാദയായിട്ട് പെരുമാറിയാൽ എന്റെ കയ്യിലിരിക്കുന്ന ഫോർക്ക് തന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തായിട്ട് ഞാൻ അങ്ങോട്ട് കുത്തിക്കയറ്റും. 1 മിനിറ്റിനുള്ളിൽ താൻ മരിച്ചു പോകും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. പിന്നെ ആൻജിക്ക് കുറച്ചധികം പൈസ ടിപ്പ് കൊടുക്കാനും മറക്കണ്ട, കേട്ടല്ലോ എന്ന് പറഞ്ഞ് പെഗി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ആ തടിയൻ ആൻജിയോട് മര്യാദയില്ലാതെ പെരുമാറിയിട്ടില്ല. പെഗി ഹോട്ടലിൽ നിന്ന് പോകുന്നു. ആ സമയത്ത് പുറത്ത് നിർത്തിയിട്ട കാറിൽ ജാർവിസ് ഇരിക്കുന്നുണ്ട്. ജാർവിസ് ഫോൺ കോൾ ചെയ്ത് ഹോട്ട് സ്റ്റാർക്കിനോട് പറയുകയാണ്, സർ, ഈ കാര്യത്തിന് വേണ്ടി പെഗി കാർട്ടറിനെ തെരഞ്ഞെടുത്തത് വളരെ നന്നായി. എന്തായാലും ഇതുവരെ ഏജന്റ് പെഗി കാർട്ടറിന് നമ്മളുടെ മേൽ സംശയമൊന്നുമില്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്തായിരിക്കും ജാർവിസ് അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം? എന്താണ് ലെവയത്തോൺ? ആരാണ് ഈ ബോംബിന്റെയൊക്കെ പിന്നിൽ? ഹോട്ട് സ്റ്റാർക്കിനെ രക്ഷിക്കാൻ പെഗിക്ക് പറ്റുമോ? അതോ പെഗി ഇതിന്റെയൊക്കെ കൂടെയുണ്ടെന്ന് ഓഫീസിലുള്ള തോംസനും ടീമും കണ്ടുപിടിക്കുവോ? ഇതൊക്കെ നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് വന്ന അജ്ഞാതന്റെ കഴുത്തിലും പിന്നീട് കണ്ട ബോംബ് എറിഞ്ഞു പൊട്ടിച്ച സയന്റിസ്റ്റിന്റെ കഴുത്തിലും വൈ പോലെയുള്ള ഒരു മാർക്ക് പെഗി കാർട്ടർ കണ്ടു. അപ്പോ ഈ സംഘത്തിലുള്ള ഒരുപാട് പേരുടെ കഴുത്തിൽ വൈ മാർക്ക് കാണും. ഈ കാര്യവും പെഗി കാർട്ടറിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര മാത്രം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.